വെന്റോ 1.6 കംപ്ലൈന്റ്സ് കുറെ അധികം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ മെയിൻ കംപ്ലൈന്റ് ഇഞ്ചക്ടർ കംപ്ലൈന്റ് ആയിരുന്നു. ചില 4 ഇഞ്ചക്ടർ ഡീസൽ ക്വാണ്ടിറ്റി ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ വേണ്ടി സ്റ്റാർട്ടിംഗിൽ ഭയങ്കര മിസ്സിംഗ് ആളൊക്കെ ആയിരുന്നു. അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇഞ്ചക്ടർ നമ്മളല്ല സർവീസ് ചെയ്യണം, ഇഞ്ചക്ടർ പുറത്തെടുത്തിട്ടാണ് കസ്റ്റമർ ഉത്തരവാദിത്തം ചെയ്യണം. നമ്മൾ ചെയ്യാറില്ല, ഇഞ്ചക്ടർ നമ്മൾ ചെയ്യാറില്ല. ബാക്കി അതല്ലാതെ വേറെ കുറെ വർക്കുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇഞ്ചക്ടർ അയച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചെയ്ത വർക്കുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലച്ച് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇതുണ്ടോ, ക്ലച്ച് ആകെ തേഞ്ഞ് തീർന്ന് റിവറ്റൊക്കെ ഫുള്ള് കാണുന്ന രീതിയിൽ തീർന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തീർന്നിട്ടുണ്ട് ക്ലച്ച്. ക്ലച്ച് നല്ല രീതിക്ക് റേസ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ക്ലച്ച് ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ബ്രേക്ക് ലൈനർ കാര്യങ്ങൾ, ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. റോട്ടറൊക്കെ അത്യാവശ്യം നല്ല തേയ്മാനമുണ്ട്. അപ്പൊ നമുക്ക് റോട്ടറൊക്കെ ചേഞ്ച് ചെയ്യണം. ഇതുണ്ട് റോട്ടറിന്റെ അവസ്ഥ ഉണ്ട്, റോട്ടർ ചേഞ്ച് ചെയ്യണം. അതുപോലെ സസ്പെൻഷൻ കംപ്ലീറ്റ് അയച്ചു ചെയ്യണം. ഷോക്ക് സാധനങ്ങളൊക്കെ മാറ്റുന്നത്, ഷോക്കിന്റെ കിറ്റ് ഒക്കെ മാറ്റിയതാണ്. ഷോക്ക് മാറുന്നതില്ല, ഷോക്ക് കിറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം കുറെ അധികം വർക്കുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകം എടുത്തോണം. ഇഞ്ചക്ടർ 4 അയച്ചു കൊടുത്താണ്, നമ്മൾ അയച്ചു കൊടുത്ത് സർവീസ് ചെയ്യാണ്. ഇഞ്ചക്ടർ നമ്മൾ ചെയ്യാറില്ല. ഇഞ്ചക്ടർ സർവീസ് ചെയ്യുമെന്ന് വെച്ചിട്ട് കുറെ ആൾക്കാർ വിളിക്കാറുണ്ട്. നമ്മൾ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു മൂവാറ്റൂരിലെ ടീം നല്ല രീതിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. അവിടെ കൊടുത്താണ് ഇപ്പൊ ഇതിന് ഇഞ്ചക്ടർ ചെയ്തേക്കണത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ്ങിലൊക്കെ അത്യാവശ്യം മിസ്സിംഗ് ആളൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം സ്മൂത്ത് ആയി വണ്ടി കേട്ടോ. എന്നാൽ നമ്മൾ ആ ഒറിജിനൽ ഇഞ്ചക്ടർ ഇടുന്ന അത്രയും പെർഫെക്ഷൻ എന്തായാലും കിട്ടില്ല സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിന്റെ വയറിംഗ് കിറ്റൊക്കെ ഭയങ്കര മോശമായിരുന്നു. നമുക്ക് ഇതിന്റെ വയറിംഗ് കിറ്റിന്റെ സോക്കറ്റുകൾ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. വയറിംഗിന്റെ അസംബ്ലി ഭയങ്കര 50,000 രൂപ റേഞ്ച് ഒക്കെ വരും. അതിന്റെ സോക്കറ്റ് പൊട്ടിയിരിക്കുകയാണ്. നമ്മുടെ കോമൺ റെയിലിന്റെ സെൻസറിന്റെ സോക്കറ്റ് പൊട്ടിയിരിക്കുകയാണ്. അതുപോലെ ഇഞ്ചക്ടറിന്റെ സോക്കറ്റിന്റെ ലോക്കുകളൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഇതെങ്ങനെ പൊട്ടിച്ചാൽ ഇത് മര്യാദയ്ക്ക് കറക്റ്റായിട്ട് ലോക്ക് പിടിക്കാനൊക്കെ വലിച്ചൊടിച്ചൊക്കെ എടുത്തിട്ടാണ് ഈ ലോക്ക് പൊട്ടിപ്പോകുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള അങ്ങനെ പൊട്ടിപ്പോറില്ല. ഇപ്പൊ അങ്ങനെ വലിച്ചൊടിച്ചിട്ടൊക്കെ പൊട്ടിപ്പോയേക്കുന്നതാണ്. നമുക്ക് ഈ സോക്കറ്റുകൾ മാത്രം മേടിക്കാൻ കിട്ടും. 600 രൂപ, 800 രൂപ, 1000 രൂപ അങ്ങനെയൊക്കെ 6 ഇഞ്ചിനൊക്കെ സോക്കറ്റിൽ മേടിക്കാൻ കിട്ടും. പക്ഷേ വയറിംഗിന്റെ അസംബ്ലി ആയിട്ട് മാറുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് ആണ്. 27,000 രൂപ, അല്ല 27 പോട്ടെ, 57,000 രൂപ റേഞ്ചൊക്കെയാണ് വയറിംഗിന്റെ ഫുൾ അസംബ്ലിക്ക് റേറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഓഫ്ലോ ട്യൂബ് ആകെ പൊട്ടിത്താർന്നിരിക്കുകയാണ് ഇപ്പൊ ഇതിന്റെ. ഇതിൽ ഓൾറെഡി ഉണ്ടോ കെട്ടുകമ്പൊക്കെ ഇട്ട് കെട്ടിയൊക്കെ വെച്ചേക്കാണ്. കംപ്ലീറ്റ് കെട്ടുകമ്പൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കാണ്. അപ്പൊ ഈ റബ്ബറിന്റെ ഈ ഓറിംഗ് ഒക്കെ പോയിട്ട് അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ നമുക്ക് ഈ അസംബ്ലി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ കേട്ടോ. അസംബ്ലി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് വൃത്തിയായിട്ട് ലോക്ക് ഇട്ട് വെച്ചാൽ പിന്നെ അനങ്ങൂല അത്. പിന്നെ ഇത് മേടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റികൾ മേടിക്കുക. ഒറിജിനലിന് 8,000 സംതിങ് ഉണ്ട്. ഒറിജിനൽ മേടിച്ചത് ഏറ്റവും ബെറ്റർ ആണ്. 8,000 സംതിങ് വില തന്നെ. ഒറിജിനൽ ആണെങ്കിലും മറ്റേതാണെങ്കിലും 2 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അതിനുള്ള ക്വാളിറ്റിയാണ് നമ്മൾ ഒറിജിനൽ വരെ ഈ സാധനത്തിൽ വരുന്നുള്ളൂ. ഇത് അതർ ബ്രാൻഡാണ്. ഇതിനൊരു 4,000 സംതിങ് വില വരുന്നുണ്ട്. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നിൽക്കുന്നുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഒറിജിനൽ പോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി നിൽക്കുന്നുണ്ട്. മാക്സിമം ഇങ്ങനെ കെട്ടുമ്പെന്ന് വെച്ച് കെട്ടാനൊക്കെ ഇരിക്കുക. ഇത് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇഞ്ചക്ടർ കംപ്ലൈന്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഈ ഡീസൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ടർ പെട്ടെന്ന് കംപ്ലൈന്റ് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ലാഭം നോക്കുമ്പോൾ ഇഞ്ചക്ടറൊക്കെ മാറാൻ നല്ല റേറ്റ് വരും. 33,000 രൂപയ്ക്കാണ് സർവീസ് സെന്ററിൽ ഒരു ഇഞ്ചക്ടർ മാറ്റി എടുക്കുമ്പോൾ വരുന്നത് കേട്ടോ. നമ്മളിപ്പോ സർവീസ് സെന്ററൊക്കെയാണ്, അറിയാലോ. നമ്പർ ഞാൻ കൊടുക്കുക. അവരുടെ തിരക്കായിരിക്കും, അവർക്ക് എപ്പോഴും നല്ല തിരക്കുള്ള ആൾക്കാരാണ്. വിളിച്ചാൽ കിട്ടണമെന്നില്ല. വണ്ടി കൊടുത്താൽ തന്നെ കുറച്ച് ടൈം എടുക്കും വണ്ടി നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം കൊണ്ടുപോവാ കേട്ടോ. അപ്പൊ ഇഞ്ചക്ടർ മാറിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓഫ് ട്യൂബിൽ പണി കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൾക്കാർക്ക് ഇഞ്ചക്ടർ മാറിയ ആൾക്കാർക്ക് ഈ ഓഫ് ട്യൂബിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോ. അപ്പൊ ഓഫ് ട്യൂബ് മാറ്റാൻ ശ്രദ്ധിക്കുക. ഇഞ്ചക്ടർ മാറിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഈ സാധനം മാറ്റിക്കോട്ടോ. ഒരു പ്രാവശ്യം ഇഞ്ചക്ടർ അഴിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ ഈ സാധനം ശ്രദ്ധിച്ചോ, കംപ്ലൈന്റ് ചെയ്ത് മാറ്റിച്ചോ കേട്ടോ. അപ്പൊ ഇതിൽ പണിയിട്ട ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പണി കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വർക്കുകൾ. മൊത്തത്തില് വർക്കെല്ലാം തീർന്നു വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വണ്ടി സ്മൂത്ത് ആവും. വണ്ടി ഓടിച്ചോണ്ടൊക്കെ അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. വണ്ടിയോട് വന്ന സമയത്ത് നമുക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആകെ പ്രശ്നമായിരുന്നു വണ്ടി ഷോപ്പ്. കുറെ ടൈം കിട്ടിയിട്ട് നമുക്ക് നമുക്ക് കുറെ സമയം തോന്നി വണ്ടിയിൽ പണിയാനായിട്ട്. നമുക്ക് സമയം തോന്നി ഈ വണ്ടി ഇങ്ങനെ പണിയാൻ പറ്റില്ല കേട്ടോ. സമയം മസ്റ്റാണ്. കാര്യം അറിയാലോ, വെന്റോണ് പാസ് ഇട്ടാൻ ഡിലേ വരും, ചില കംപ്ലൈന്റ്സ് കണ്ടുപിടിക്കാൻ ഡിലേ വരും. അപ്പൊ അതിനേക്കുള്ള സമയം തന്നു കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാൻ പറ്റും. സമയം മീൻസ് ഇതിപ്പോ എനിക്ക് തോന്നുന്നു 3 മാസമായിട്ട് വണ്ടി കൊണ്ട് എടുത്ത് 3 മാസം കൊണ്ട് നമ്മൾ ഓരോന്നോരോന്നും ചെയ്ത് ഇഞ്ചക്ടർ ആണെങ്കിലും അല്ലാതെ ചെയ്തെടുത്തത്. അപ്പൊ അത്രയും സമയമൊക്കെ തരാനുണ്ടെങ്കിൽ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കുകളൊക്കെ പതുക്കെ ചേർക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വർക്കുകളൊക്കെയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു കംപ്ലൈന്റ് വർക്കായിട്ട് വരാം കേട്ടോ.